സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. അതിന്റെ ഒരു വിവരണം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പോസ്റ്റിൽ ഇപ്രകാരം പറയുന്നു: ഒരു സ്ത്രീ, ഹലാൽ മാത്രം കഴിക്കുന്ന മൊയ്ലിയാഖന്മാരെ, നിങ്ങൾ ചത്ത മീനിനെ എന്തുകൊണ്ട് കഴിക്കുന്നു? അത് ഹലാൽ അല്ലല്ലോ എന്ന്. സാധാരണ ഒരു മനുഷ്യന്റെ കോമൺ സെൻസ് കൊണ്ട് ഈ ചത്ത മീനും ഹലാലും എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാം. ഹലാൽ എന്ന് പറഞ്ഞാൽ കരയിൽ ജീവിച്ചിരിക്കുന്ന ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ അറക്കുമ്പോൾ അതിന്റെ രക്തം കംപ്ലീറ്റ് പുറത്തേക്ക് ഒഴുക്കിക്കളയുവാൻ ആ രക്തധമനിയെ മാത്രം കട്ട് ചെയ്തുകൊണ്ട് പൂർണ്ണമായും ആ ബ്ലഡ് പുറത്തേക്ക് പോയ ശേഷം അതിനെ ഭക്ഷിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഭക്ഷ്യയോഗ്യമാകുന്നത്, അനുവദനീയമാകുന്നത്. അതാണ് ഹലാൽ എന്ന പ്രക്രിയ. അപ്പോൾ മീൻ ചത്തിട്ടല്ലേ വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ അതിനെ ഹലാൽ ചെയ്യാത്തത്? ഉത്തരം സിമ്പിളാണ്. സാധാരണ ഒരു മനുഷ്യന്റെ കോമൺ സെൻസ് കൊണ്ട് ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് മാത്രമേ ഹലാൽ ബാധകമുള്ളൂ. കാരണം കരയിൽ ജീവിക്കുന്ന ജീവികൾ ബ്ലഡിന്റെ അംശം കൂടുതലാണ്. അതുമാത്രമല്ല, ഈ ബ്ലഡിൽ രോഗാണുക്കൾ നിറഞ്ഞു കിടക്കുന്നു. കരയിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിന്റെ എല്ലാം രോഗാണുക്കൾ ഈ കരയിലെ മൃഗങ്ങളുടെ ബ്ലഡിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഈ മൃഗങ്ങളിൽ രക്തത്തിന്റെ അളവ് കൂടിയ തോതിലാണ്. അതുകൊണ്ടാണ് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ബ്ലഡിന്റെ അംശം നീക്കം ചെയ്യണം, ഹലാൽ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ കടലിലെ മത്സ്യങ്ങളുടെ കാര്യത്തിൽ ഹലാൽ എന്താണ്? ഹലാൽ എന്നത് ഇസ്ലാം മതത്തിന്റെ വിശ്വാസമാണ്. ആ ഇസ്ലാം മത വിശ്വാസത്തിൽ അവർക്ക് കരയിലെ മൃഗങ്ങളെ മാത്രമാണ് ഹലാൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. കടലിലെ മത്സ്യങ്ങൾ ഹലാൽ തന്നെയാണ്. കാരണം വെള്ളത്തിൽ ജീവിക്കുന്ന ഈ ജീവികളിൽ രോഗാണുക്കൾ കുറവാണ്. അതുമാത്രമല്ല, അവരുടെ ശരീരത്തിൽ രക്തത്തിന്റെ അംശം കുറവാണ്. ഒരു മീൻപിടുത്തക്കാരൻ ഒരു മീനെ പിടിക്കുമ്പോൾ പൂർണ്ണമായും ആ മീൻ അതിന്റെ ശരീരത്തിലെ പകുതിയോളം രക്തത്തെ പുറത്തേക്ക് ഒഴുക്കിക്കളയും. അങ്ങനെയാണ് ആ മീൻ ചാകുന്നത്. അങ്ങനെ ചാകുന്ന മീനിന്റെ ശരീരത്തിൽ കുറഞ്ഞ രക്തം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ രക്തത്തിലാവട്ടെ രോഗാണുക്കൾ കുറവും. മീനിനെ കറി വെക്കുമ്പോൾ ആ നിശ്ചിത ടെമ്പറേച്ചറിൽ ആ മീൻ വേകുമ്പോൾ അതിന്റെ രോഗാണുക്കൾ മുഴുവനായിട്ടും ചത്തുപോകുന്നതായിരിക്കും. അപ്പോൾ ഈ മീൻ ഹലാൽ തന്നെയാണ്. അതുകൊണ്ട് 100% കടലിലെ വിഭവങ്ങൾ ഹലാൽ തന്നെയാണ്. ഇനി പരിശുദ്ധ ഖുർആനിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ അധ്യായം 96-ാമത്തെ സൂക്തത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക്, യാത്രക്കാർക്ക്, സഞ്ചാരികൾക്ക് കടലിലെ വേട്ടയും വിഭവങ്ങളും ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും കടലിലെ മത്സ്യങ്ങളെയും ജലജീവികളെയും നിങ്ങൾക്ക് കരയിലെ മൃഗങ്ങളെ പോലെ ഹലാൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കടലിലെ ഭക്ഷ്യവിഭവങ്ങൾ ഹലാലാക്കി തന്നിരിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ വാക്യം. ഇസ്ലാം മത വിശ്വാസികൾ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കടലിലെ മത്സ്യങ്ങൾ ചത്തു കഴിഞ്ഞാലും നമുക്ക് ഭക്ഷിക്കാം, വിഭവങ്ങൾ ഹലാലാക്കി തന്നിരിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ വാക്യം. ഇസ്ലാം മത വിശ്വാസികൾ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കടലിലെ മത്സ്യങ്ങൾ ചത്തു കഴിഞ്ഞാലും നമുക്ക് ഭക്ഷിക്കാം. ഇത് ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഈ ചത്ത മീൻ എന്തുകൊണ്ട് ഹലാൽ ചെയ്യുന്നില്ല എന്നുള്ള സംശയങ്ങൾ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ അറിയുക. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. ഓക്കെ.